കൊളറാഡോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീ പടർന്നത് 2002 ജൂൺ 17-നാണ്. പോലീസ് അന്ന് കുറ്റക്കാരി എന്ന് കണ്ട് അറസ്റ്റ് ചെയ്തത് അമേരിക്കയിലെ ഫോറസ്റ്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിയെ തന്നെയാണ്. ടെറി ബാർട്ടൺ എന്ന 38-കാരി തൻ്റെ സുഹൃത്തിനോട് വഴക്കുണ്ടാക്കി സുഹൃത്ത് അയച്ച ഒരു കത്ത് കത്തിച്ച് ഒരു കുറ്റിക്കാട്ടിലിട്ടു. ആ കത്ത് കത്തിച്ച് കളഞ്ഞുകൊണ്ട് ഒരു വൈകാരികമായ മോചനം കിട്ടുവാനാണ് അവൾ അങ്ങനെ ചെയ്തത്. അവളുടെ സങ്കടവും ദേഷ്യവും ഒക്കെ കത്തിച്ച് കളയുവാൻ അവൾ പൈക്ക് നാഷണൽ ഫോറസ്റ്റ് തെരഞ്ഞെടുത്തു. അവൾ കത്ത് കത്തിച്ച് കഴിഞ്ഞ് അവളുടെ മനസ്സിൽ സമാധാനമായി അവൾ ജോലിയിലേക്ക് പ്രവേശിച്ചു. ജോലിയിൽ പെട്രോളിംഗ് നടത്തുമ്പോൾ തീപിടുത്തത്തിൻ്റെ വാർത്ത അവൾ അറിഞ്ഞു. അവളും തീ അണയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നും അറിയാതെ കൂടി. അന്ന് ആകെ ഏകദേശം 130 വീടുകൾ കത്തിയമർന്നു. $40 മില്യൺ നഷ്ടം 2002 ഉണ്ടായി. പിന്നീട് അന്വേഷണം നടത്തിയപ്പോഴാണ് അറിഞ്ഞത് ഈ വലിയ നാശനഷ്ടം ഉണ്ടായതിൻ്റെ പുറകിലെ കാരണം എന്നത് ടെറി ബാർട്ടൻ്റെ വാശി തീർക്കലായിരുന്നു. അവളുടെ ഹൃദയം ആ കത്ത് കത്തിച്ചപ്പോൾ ശാന്തമായി. എന്നാൽ ആ കത്തിൽ നിന്നുള്ള തീ വ്യാപിച്ചു, കാട്ടുതീയായി ദേശം മുഴുവനും പടർന്നു. അവളുടെ ആ പ്രവൃത്തി കൊണ്ട് അനേകർക്ക് വീട് നഷ്ടമായി, അനേകരുടെ ജീവിത സ്വപ്നങ്ങൾ കത്തിയമർന്നു. ഇത് ഇന്നും സംഭവിക്കുന്നു. അനേകരുടെ ദേഷ്യവും വിദ്വേഷവും തീർക്കുവാൻ അവർ കത്തിക്കുന്ന ചെറിയ തീപ്പൊരികൾ നശിപ്പിക്കുന്നത് അനേകരുടെ ജീവിതമാണ്, ഭാവിയാണ്. അനേകം നാശങ്ങൾ നടത്തിയിട്ടും ഒരു മനസാക്ഷിയുമില്ലാതെ പരിഹാരത്തിൻ്റെ ഭാഗമാകുവാൻ അവർ ഒരു മടിയും കാണിക്കുന്നില്ല എന്നതാണ് ഒരു കാര്യം. അവർ പറയുന്ന അസത്യമായ ഒരഭിപ്രായം, ഒരു ചെറിയ നുണ, ആരെയോ പ്രീതിപ്പെടുത്തുവാൻ കൂടെ നിന്ന് മൂളുന്ന ഒരു സമ്മതം, ഇത് നശിപ്പിക്കുന്നത് ജീവിതങ്ങളെയാണ്. എന്നാൽ ഈ മനസാക്ഷിയില്ലാത്തവർ നാശങ്ങൾ നടത്തി നടന്നു നീങ്ങുന്നു. അവർ പോകുന്നിടത്തെല്ലാം മുറിവുകൾ നൽകിക്കൊണ്ടിരിക്കും. നശിപ്പിക്കുവാൻ അവർ പുതിയ വ്യക്തികളെ, സമൂഹങ്ങളെ കണ്ടെത്തും. എന്നാൽ അവർ അറിയുന്നില്ല, അവർ കത്തിക്കുന്നത് അവരുടെ തന്നെ ഇരിപ്പിടത്തെ ആണെന്ന്. നാശം സംഭവിക്കുന്നത് അവസാനം അവർക്ക് തന്നെയാണ്. എന്നാൽ തീ ഇടുവാനല്ല, തീ അണയ്ക്കുവാനാണ് ദൈവം നമുക്ക് നിയോഗങ്ങൾ നൽകുന്നത്. മൃഗം, പക്ഷി, ഇഴജാതി ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു, മരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ?